കൂട്ടുകാരെ നമസ്കാരം. ഈ 2026 കടക്കുമ്പോൾ ഞാൻ 2025 കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊരു പുതിയ ജീവിതമാണ് ഇപ്പോൾ വന്നത്. രാവിലെ 6 മണിക്ക് മുൻപേ, അതായത് സൂര്യോദയത്തിന് മുൻപേ എണീക്കുക, നന്ദി പറയുക, ആദ്യമായി യൂണിവേഴ്സിനും അതിൻ്റെ ശക്തിക്ക് നന്ദി പറയുക. ഈ ഒരു ദിവസം എനിക്ക് കാണാൻ പറ്റിയല്ലോ, 2026 എനിക്ക് കാണാൻ പറ്റിയല്ലോ. വളരെ നന്ദി പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ വളരെ നന്ദി ഭഗവാനെ, അല്ലെങ്കിൽ ഭഗവതിയെ, ഓ ജീസസ്, അള്ളാഹ്, എനിക്ക് വളരെയധികം നന്ദി. ഈ വർഷം എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഇതുവരെയുള്ള എല്ലാ നെഗറ്റിവിറ്റിയും കളയണം എന്ന് ഞാൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു, കളഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അന്നദാതാക്കൾ ആരാണോ, അത് ചിലപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ മാനേജ്മെൻറ്റാണ് നിങ്ങളുടെ അന്നദാതാക്കൾ. അവരോട് സിൻസിയറായിട്ടിരിക്കുക, അവരോട് ലോയലായിട്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ വർക്കിലും വളരെ അത്രയധികം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഞാനൊരു കിഴിയിലാക്കി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒന്ന് മാത്രമാണ്, എൻ്റെ ഫാമിലി ലൈഫും അതുപോലെ തന്നെ ഒഫീഷ്യൽ ലൈഫും നല്ലതായിട്ട് പോകണമേ. ഞാനൊരിക്കലും എനിക്ക് വലിയ വില കൂടിയ കാറ്, ഓഡിയോ, അങ്ങനെയുള്ള ഒരു വില കൂടിയ കാറ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മണിമാളിക വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടത് അന്നന്ന് എനിക്ക് കഴിക്കാൻ പറ്റുന്ന അന്നം, അതെനിക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. പിന്നെ ആരോഗ്യം, പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള ശക്തി, എനിക്ക് വേണ്ട ജലം, കുടിക്കാൻ ജലം, ആവശ്യമുള്ള ജലം, അതുപോലെ തന്നെ എനിക്ക് ഉള്ള ജീവവായു, കഴിയുന്നതും മലിനമല്ലാത്ത ജീവവായു, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ കുടുംബത്തിലെയും അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളിലും അവരുടെയും ആരോഗ്യം, എൻ്റെ ആരോഗ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പക്ഷേ ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഞാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും ദീർഘായുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും ഐശ്വര്യവും നൽകട്ടെ എന്ന ഒരു ചിന്തയോടുകൂടിയാണ് 2026 എന്നിലേക്ക് കടന്നു വന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ യൂണിവേഴ്സിനോട് കാണിച്ചു, അല്ലെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ദൈവത്തോട് കാണിച്ചു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് കാണിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ മുതൽ, അതായത് 2026 ജനുവരി മുതൽ എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ മനസ്സിനകത്ത് കലുഷതകളില്ല. ഞാനെല്ലാം മറന്നു കഴിഞ്ഞു. ഒരാൾ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പലരും പല മനസ്സുള്ളവരാണ്. അവർ അവരുടെ വഴിക്ക് പെരുമാറിക്കൊള്ളട്ടെ. അത് നമ്മളെ ചിലപ്പോൾ അവർ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ചാൽ പോലും അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. വെറുതെ അവരുടെ സ്വഭാവത്തിലുള്ള മാലിന്യം നമ്മുടെ മനസ്സിനകത്ത് കയറ്റി നമ്മളൊരു മാലിന്യ സംഭരണ ശേഷിയുള്ള ഒരു സാധനമായിട്ട് മാറേണ്ട മനസ്സില്ല. നമ്മുടെ ഒരിക്കലും ട്രാഷ് ബിന്നാവരുത് നമ്മുടെ മനസ്സ്. മറ്റുള്ളവരുടെ മാലിന്യം കൂടി നിങ്ങളുടെ മനസ്സിനകത്ത് കയറ്റേണ്ട ആവശ്യമില്ല. അവർ പറയട്ടെ, അവർ ചിന്തിക്കട്ടെ. ആ ചിന്തകളും ആ പറച്ചിലും അല്ലെങ്കിൽ ആ വർത്തമാനവുമൊക്കെ അവരുടെ കൂടെ തന്നെ നടക്കട്ടെ. നമ്മളെന്തിനാ അതിനെല്ലാം വലിച്ചു കയറ്റി നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നത്? ആ ഒരു ചിന്ത എനിക്ക് വന്നു. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കും. ഞാൻ സോളിറ്റ്യൂഡ് എനിക്കിഷ്ടമാണ്. അപ്പോൾ സോളിറ്റ്യൂഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് നമ്മോട് ഉള്ളിൽ സംസാരിക്കാം. പുറത്തിങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ ഒരു പൊതുവേദിയാണെങ്കിൽ ആൾക്കാർ പറയും ഇവർക്ക് വട്ടാണ്, അല്ലെങ്കിൽ അവന് വട്ടാണ്, പെട്ടെന്ന് കൊണ്ടാക്ക് മെൻ്റൽ അസൈലത്തിലെന്ന്. അങ്ങനെ സംസാരിക്കരുത്. ഉള്ളിലിരുന്ന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്ലാനുകൾ എന്നുള്ളത് തീരുമാനിക്കാം. ഒറ്റയ്ക്കിരിക്കുമ്പോഴേ അത് പറ്റുള്ളൂ. ചുറ്റും ശബ്ദങ്ങളാവാം. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരും സംസാരിക്കുകയോ പാട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതേസമയം ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു ചെറിയ ക്രിമേഡ് കാണും കേട്ടോ. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കൂടി ചെയ്യാറുണ്ട്. അത് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഫാമിലിയിലും ഉണ്ടാവാം, അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സിലും ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ആ വഴി പോകട്ടെ. നിങ്ങളുടെ മെഡിറ്റേറ്റീവ് സ്റ്റേജിലിരുന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അതറിയാമല്ലോ. കണ്ണ് തുറന്ന് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളിലേക്ക് ഉൾക്കൊള്ളാം. നിങ്ങളുടെ പ്രപഞ്ചത്തിനോട് നന്ദി പറയാം. അതേസമയം നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള പ്ലാനുകളും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഉയർന്നു വരും. അത് ഒരൊറ്റ ദിവസമാണ് എന്നെ പഠിപ്പിച്ചത്. 25 മുഴുവൻ ഞാൻ നെഗറ്റീവായിരുന്നു.
പക്കാ നെഗറ്റീവ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ആ ഒരു ദിവസം ജനുവരി 1 എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി ശക്തി തന്നു, ഒത്തിരി സെൽഫ് കോൺഫിഡൻസ് തന്നു. നീ ഒറ്റയ്ക്കാണെങ്കിലും നിൻ്റെ മനസ്സിൽ പ്ലാൻസ് ഉണ്ട്, നിൻ്റെ മനസ്സിൽ പോസിറ്റിവിറ്റി ഉണ്ട്. അതിനെ നീ നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക. ആ പോസിറ്റിവിറ്റി വളർന്നു വരുമ്പോൾ നിൻ്റെ ജീവിതം നല്ലതാവും. അതോടൊപ്പം തന്നെ ഞാൻ എണീക്കുമ്പോഴും അതുപോലെ തന്നെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. കാരണം എന്നെ അടുത്ത് പ്രഭാതം കാണിക്കണം. എനിക്കിനിയും വർക്കുകൾ ചെയ്യാനുണ്ട്, എനിക്കിനിയും കുറച്ചുകൂടി ജീവിക്കാനുണ്ട്. അതെന്നെ സമ്മതിക്കണം. എൻ്റെ ബന്ധുമിത്രാദികൾക്കും അതുപോലെ തന്നെ ഈ ലോകത്തിനും സമാധാനം നൽകണം. അവരുടെ മനസ്സുകളും സമാധാനപൂർണ്ണമാകണം. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സാധാരണ വീട്ടമ്മയും ഒരു സാധാരണ ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നതുമായ എനിക്ക് ഇത്രയൊക്കെയോ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ദശാംശത്തിൻ്റെ കാര്യം. ദശാംശം നമ്മളെ ഇത്തിരി പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് ധനപരമായിട്ട് ഞാനും വലിയ അപ്പർ മിഡിൽ ക്ലാസ് ഒന്നും അല്ല, ഞാൻ ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ലേഡിയാണ്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ദശാംശം ഒരു ചാരിറ്റി ചെയ്യുക. അത് നിങ്ങൾ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ 2026 ഗ്രേറ്റ് അല്ലേ? ഓക്കെ.